നമുക്ക് ചക്കക്കുരു കൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം 1.5 കപ്പ് ചക്കക്കുരു നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചക്കക്കുരു ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കറക്റ്റ് അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്തായാലും ഈ വെള്ളം ഒഴിവാക്കിക്കളഞ്ഞിട്ട് നമുക്ക് ചക്കക്കുരു മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം വെന്ത് കിട്ടും. ഏകദേശം ഇതേപോലെ ഈ ഒരു പരുവത്തിൽ വെന്ത് വരണം. ഓരോ ചക്കക്കുരുവിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേവിലൊക്കെ മാറ്റം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ചക്കക്കുരു മാത്രം എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 6-7 ചെറിയുള്ളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഈ ചക്കക്കുരു ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസിനൊക്കെ വെളുത്തുള്ളി കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടും. അതേപോലെ ഒരു 3-4 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമ്മളൊരു ചമ്മന്തിക്കൊക്കെ അരക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അത്യാവശ്യം നല്ല എരിവും ഉണ്ടാവും. പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഈ ഒരു ചമ്മന്തി വെച്ചിട്ട് നമ്മൾ ആ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് ഇട്ട് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇല്ലെങ്കിൽ കടുക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണിനും താഴെ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വെള്ളം കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരു ഒന്നിങ്ങനെ ഉടച്ചെടുക്കണം. എല്ലാം ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. ഇടയ്ക്ക് ഒരു ചക്കക്കുരു ഇങ്ങനെ കടിക്കാൻ കിട്ടുകയും വേണം. എന്നാൽ ഇതൊന്ന് ഉടച്ച് ഒരു ചക്കയൊക്കെ പുഴുങ്ങിയിട്ടുള്ള ആ ഒരു പരുവത്തിൽ ഇത് ഉടച്ചെടുക്കാൻ വേണം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ വെന്ത ചക്കക്കുരു ആണെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഉടഞ്ഞു വന്നോളും. അതല്ല കുറച്ച് ഹാർഡായിട്ടുണ്ടെങ്കിൽ, വേവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഉടച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരന് കിട്ടും. അപ്പോൾ ഇത് സിമ്പിളാണ്. ചക്കക്കുരുവിൽ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഇപ്പോൾ ചക്ക സീസണൊക്കെ ആയത് കാരണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ്. വേറെ കറികളിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ.